ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കുടിക്കാനും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും അതായത് സാധാരണ പനി ചുമ ജലദോഷം ഒക്കെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ചായയാണിത്. പ്രകൃതിദത്തമായിട്ടുള്ള കൂട്ടുകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഔഷധ ചായയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു ചായ നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പല അസ്വസ്ഥതകളും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചായ തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഈ ചായ കുടിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെന്നുമൊക്കെ അറിയാൻ വീഡിയോ കാണാം. ഈ ഔഷധ ചായ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഏലക്ക, കുരുമുളക്, കറുവപ്പട്ട. ഇനി വേണ്ടത് ഒരു 1/4 സ്പൂൺ അളവില് ചുക്കുപൊടി അഥവാ ഇഞ്ചിപ്പൊടി, 1/2 സ്പൂൺ അയമോദകം, 1/4 സ്പൂൺ മഞ്ഞൾ എന്നിവയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കുരുമുളകും അതുപോലെ ഒരു ഏലക്കയും പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ഒപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 1/4 സ്പൂണോളം അയമോദകം കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അരച്ച് നല്ല പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ചായ തയ്യാറാക്കാം. ചായ തയ്യാറാക്കാൻ ഒരു പാനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വിടുക. ഇങ്ങനെ തിളച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കുക. കുറച്ചു നേരം തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കി തിളപ്പിക്കുക. നന്നായി തിളച്ചു വന്നു കഴിഞ്ഞാൽ ഇഞ്ചിപ്പൊടി കൂടെ ചേർത്ത് 2 മിനിറ്റ് വീണ്ടും തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കി എടുത്ത് ഈ ഒരു ചായ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം ഇതുപോലെ 1 ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാവുന്നതാണ്. മാക്സിമം 3 ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനെടുത്ത് കുടിച്ചാൽ മതിയാകും. ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കുടിക്കാനും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും അതായത് സാധാരണ പനി ചുമ ജലദോഷം ഒക്കെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ചായയാണിത്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.